അതെ, അപ്പോൾ KFC ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അളവിൽ വിനാഗിരി ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചേ. ഇത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ്. പിന്നെ ഞാൻ 2 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. 2 മണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിൽ 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഒറിഗാനോ, 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ സോയ് സോസ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കട്ടകളില്ലാണ്ട്, അധികം ലൂസും അല്ല അധികം തിക്കും അല്ല, ഈ ചിക്കൻ കോട്ട് ചെയ്തിരിക്കാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ മാവ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി, 2 വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അതിന് അത്യാവശ്യം വെള്ളം ചേർത്ത് നല്ല പോലെ തരിയില്ലാണ്ട് അരച്ചെടുക്കണേ. ശരിക്കും ഇവിടെ ഉപയോഗിക്കേണ്ടത് ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറാണ്. നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്തത്. ഇത് ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരമാകുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദ, ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവർ, 1 സ്പൂൺ ഒറിഗാനോ, ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് ഓരോ ചിക്കനും നല്ലപോലെ ഈ പൗഡറിൽ നമ്മൾ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. എക്സസ് ഉള്ളതൊന്ന് തട്ടിക്കളഞ്ഞിട്ട്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ പോലത്തെ എടുത്താൽ മതി, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഓരോ ചിക്കനും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം എടുക്കാൻ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വറുത്തെടുത്തു. ഫ്ലെയിം കൂടരുത്, അങ്ങനെ വരുമ്പോൾ പുറം പെട്ടെന്ന് കരിഞ്ഞു പോയും ഉള്ളു വേവാതെയും വരും കേട്ടോ. ഞാനീ പറഞ്ഞത് അത്ര രസമായിട്ടില്ല എന്നറിയാം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. കേട്ടില്ലേ? അപ്പം ജെനുവിൻ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണേ. അപ്പം ശരി, ബൈ.